നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ സിപിഎം പ്രവർത്തകർക്കൊടുവിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. നീണ്ട 67 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് 7 പ്രതികൾക്ക് കർശനമായ വ്യവസ്ഥകളോടെ കോടതി ജാമ്യം നൽകിയത്. അക്രമം നടന്ന പ്രദേശത്തോ അതിന്റെ സബ് ഡിവിഷൻ പരിധിയിലോ പ്രവേശിക്കരുത് എന്ന കടുത്ത വിലക്കോടെയാണ് ജാമ്യമെങ്കിലും ഈ കേസിന്റെ പിറകിലുള്ള രാഷ്ട്രീയ നാടകങ്ങളെയും അണികളെ ചട്ടുകമാക്കുന്ന സിപിഎമ്മിന്റെ ക്രൂരമായ രീതികളെയുമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 28-നായിരുന്നു പിണറായി വിജയന്റെ വസതിക്ക് പുറത്ത് വൻ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി തകർക്കുകയും ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ചെയ്തതാണ് കേസ്. റെയ്ഡ് കഴിഞ്ഞ് കാറിൽ മടങ്ങുകയായിരുന്ന ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി തകർക്കുകയും ഇഡി ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തതെന്നാണ് കേസ്. എന്നാൽ ഈ വിഷയത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നാൽ നേതാവിനും പാർട്ടിക്കും വേണ്ടി വികാരഭരിതരായി തെരുവിലിറങ്ങി ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ പോയ ഈ അണികളെ അവർ അറസ്റ്റിലായി ജയിലിലേക്ക് പോയ ശേഷം പിണറായി വിജയനോ സിപിഎം നേതാക്കളോ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നതാണ്. അക്രമത്തിന് പ്രേരിപ്പിക്കുകയും പിന്നിൽ നിന്ന് കൈയടിക്കുകയും ചെയ്ത നേതാക്കളെല്ലാം യാതൊരു കേടുപാടുകളുമില്ലാതെ പുറത്ത് സുഖമായി കഴിയുമ്പോൾ പാർട്ടിക്കൊടി പിടിച്ച് ആവേശം മൂത്ത് ചോര തിളച്ച പ്രവർത്തകർ മാത്രമാണ് 2 മാസത്തിലധികം ജയിലിൽ കിടന്ന് അനുഭവിക്കേണ്ടതായി വന്നത്. അന്വേഷണം ഏതാണ്ട് പൂർത്തിയായതുകൊണ്ടും പ്രതികളിൽ നിന്ന് ആയുധങ്ങൾ അടക്കം കസ്റ്റഡിയിലെടുത്തതുകൊണ്ടും ഇനിയും ഇവർ ജയിലിൽ തുടരേണ്ടതില്ലെന്ന് വിലയിരുത്തിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കേന്ദ്ര ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് നിസ്സാരമായി കാണാനാകില്ലെന്നും ജാമ്യം നൽകരുതെന്നും ഇഡിയും പ്രോസിക്യൂഷനും വാദിച്ചെങ്കിലും പ്രതികൾ ദീർഘകാലമായി ജയിലിൽ കഴിയുന്നത് കണക്കിലെടുത്താണ് കോടതി ഇളവ് നൽകിയത്. ഇത്രയും ഭീകരമായ വകുപ്പുകൾ ചുമത്തപ്പെട്ട് സ്വന്തം ജീവിതത്തിലെ സുപ്രധാനമായ നാളുകൾ ജയിലിൽ ഹോമിക്കേണ്ടി വന്ന ഈ പ്രവർത്തകർക്ക് ഇപ്പോൾ പാർട്ടിയുടെ യഥാർത്ഥ മുഖം കൃത്യമായി മനസ്സിലായി കാണും. നേതാക്കളുടെയും അവരുടെ കുടുംബത്തിന്റെയും അഴിമതി കേസുകൾ മറച്ചുപിടിക്കാനും കേന്ദ്ര ഏജൻസികൾ വീട്ടുമുറ്റത്തെത്തുമ്പോൾ തടയാനും അണികളെ ബലി കൊടുക്കുന്ന ശൈലിയാണ് സിപിഎം എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. നേതാക്കൾ വിദേശത്തും AC മുറികളിലും സുഖിക്കുമ്പോൾ തെരുവിൽ ചോര ചിന്താനും കേസിൽ അകപ്പെട്ട് ജീവിതം തുലയ്ക്കാനും അണികൾ വേണം. പിണറായി വിജയന്റെ വീടിന് മുന്നിൽ വെച്ച് ഇഡിയെ തല്ലിയാൽ തങ്ങളെ പാർട്ടി സംരക്ഷിക്കും, അല്ലെങ്കിൽ തങ്ങൾ വലിയ വിപ്ലവകാരികളാകുമെന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടവർക്കാണ് ഇപ്പോൾ കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. ജയിലിലായ ശേഷം ഒരു നേതാവ് പോലും തിരിഞ്ഞു നോക്കാനോ കേസിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ വരാതിരുന്നതോടെ തങ്ങൾ ഉപയോഗിക്കപ്പെടുകയായിരുന്നുവെന്ന സത്യം ഈ സഖാക്കൾക്ക് ബോധ്യമായി കാണും. ഇനി ഒരു കാലത്തും പാർട്ടിയുടെയോ നേതാക്കളുടെയോ ഇത്തരം അക്രമ ആഹ്വാനങ്ങൾക്ക് കൂട്ടുനിൽക്കില്ലെന്ന് ഈ അനുഭവത്തോടെ ജയിലിൽ നിന്നിറങ്ങിയ ഓരോ പ്രവർത്തകനും ഉറപ്പിച്ചിട്ടുണ്ടാകും. അണികളുടെ ആവേശത്തെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ചൂഷണം ചെയ്യുകയും കേസാകുമ്പോൾ കൈകഴുകി മാറുകയും ചെയ്യുന്ന പിണറായി വിജയന്റെയും സിപിഎമ്മിന്റെയും അവസരവാദ രാഷ്ട്രീയം ഇതിലൂടെ പൂർണ്ണമായും അഴിഞ്ഞു വീണിരിക്കുകയാണ്. സ്വന്തം സുരക്ഷയ്ക്കായി അണികളെ ബലിയാടാക്കുന്ന ഇത്തരം നേതാക്കളെ തിരിച്ചറിഞ്ഞ് വെറുതെ തടികേടാക്കാൻ നിൽക്കണ്ട എന്ന് പ്രവർത്തകർ ഇനിയെങ്കിലും മനസ്സിലാകട്ടെ. സിപിഎം എന്ന പാർട്ടിയുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കിയ വലിയ പാഠമാണ് ഈ ഒരു 67 ദിവസത്തെ ജയിൽവാസം എന്ന് കരുതുക.